പത്തിയൂർക്കാല സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാലജനസഖ്യം രൂപീകരിച്ചു. സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷനിൽ അംഗമായ കുടുംബാംഗങ്ങളുടെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ബാലജനസഖ്യം രൂപീകരിച്ചത്. പത്തിയൂർക്കാല സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാലജനസഖ്യം രൂപീകരിച്ചു. സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷനിൽ അംഗമായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ കുട്ടികളെ അംഗങ്ങളാക്കിക്കൊണ്ടാണ് ബാലജനസഖ്യം രൂപീകരിച്ചത്. കുട്ടികളിൽ നേതൃപാഠവും വ്യക്തിത്വ വികസനവും മദ്യ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളും സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലജനസഖ്യം രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സൗഹൃദ കൂട്ടായ്മ ബാലജനസഖ്യത്തിന്റെ ഉദ്ഘാടനം ആകാശവാണി തിരുവനന്തപുരം മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര നിർവഹിച്ചു. ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയുന്നു, അതിനൊന്നും നമ്മളുടെ ഈ അസ്ത്രം ഒരു സൂപ്പാണ്, പോഷക സമ്പുഷ്ടമായ സൂപ്പ്. ആ സൂപ്പിനോടൊപ്പം കിടപിടിക്കുന്ന ആരോഗ്യദായകമായ പോഷക സമ്പുഷ്ടമായ ഒരു സൂപ്പ് ലോകത്ത് വേറൊന്നുമില്ല എന്ന് ഞാൻ അമ്മമാരോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു സീരിയൽ കട്ട് ചെയ്തിട്ടായാലും വേണ്ടുമില്ല, അന്ന് കഷ്ണം അരിഞ്ഞ് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളെയും ചേർത്ത് ഇവർക്ക് എന്തുണ്ടാക്കി കൊടുക്കണം? അസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ രണ്ടാമതൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടത് വാഴക്കൂമ്പും വൻപയറും ചേനത്തണ്ടും ചെറുപയറും. ഇതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കിതൊക്കെ അറിയാം. പക്ഷേ എത്ര പേർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് വാഴക്കൂമ്പ് തോരൻ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വാഴപ്പിണ്ടി തോരൻ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ ആലോചിക്കണം, അതെന്തിനാണ്? ഓണാട്ടുകരക്കാരോട് അതിൻ്റെ ശാസ്ത്രീയതയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ആമാശയത്തിൽ ഒരു ബ്രഷ് പോലെ എന്തുവേണം, ഇപ്പം എല്ലാ ഡോക്ടർമാരും പറയാറുണ്ട് നാരുള്ള ഭക്ഷണം കഴിക്കണം. എന്തിനാണ് നാരുള്ള ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ആമാശയത്തെ ബ്രഷ് പോലെ ഇത് ചെന്നിട്ട് പ്രതിപ്രവർത്തിച്ച് ആമാശയത്തെ ശുദ്ധമാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ടിത് ചെയ്തിരുന്നു. പണ്ട് നമ്മൾ കൃത്യമായി ചെയ്തിരുന്നു. നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയല്ലല്ലോ ഉപയോഗിച്ചിരുന്നത്. അമ്മയോ അമ്മുമ്മയോ അപ്പൂപ്പനോ ഒരു മുറവുമായി പറമ്പിലേക്ക് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഇന്നെന്താണ് ഉച്ചയ്ക്ക് കൂട്ടാൻ എന്ന് ചോദിച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഒരു മുറം നിറയെ ഒന്നിൽ ചേനത്തണ്ട് കാണും, ഇല്ലെങ്കിൽ ചീര കാണും, ഇല്ലെങ്കിൽ 4 മുരിങ്ങയില കാണും, എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ വാഴക്കൂമ്പ് കാണും. ഇതൊന്നുമല്ലെങ്കിൽ എന്താണ്, ചേമ്പിൻ താള് കാണും. ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണെന്നറിയോ? നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ വില കൂടിയ പച്ചക്കറികളെക്കാളും കലോറി മൂല്യം കൂടിയ, ഏറ്റവും അധികം ഉപാപചയ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന, നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണപരമായി മാറുന്ന പച്ചക്കറികളാണ് ഈ പറഞ്ഞതെല്ലാം. കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല, ഇതൊന്നും അങ്ങനെ മേടിച്ചിരുന്നില്ല. സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശിവൻ അധ്യക്ഷത വഹിച്ചു. ബാലജനസഖ്യം സെക്രട്ടറി ഗായത്രി സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി സുകുമാരപിള്ള, സെക്രട്ടറി ശ്രീജിത്ത്, ശ്രീലക്ഷ്മി, ഷെരീഫ്, അജയ് ഘോഷ്, രമ്യ, ഹസീന, ഫാദിയ, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.